അതെ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചക്കരച്ചോറ് ഉണ്ടാക്കിയാലോ. ബറാത്തിന് ഷൂട്ട് ചെയ്ത് വെച്ചാണ്, പോസ്റ്റ് ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു 4-5 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതേ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ്, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഉപ്പ് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, പച്ചരിയാണ്. ഒറ്റ വിസിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അച്ച് ശർക്കര പാത്രത്തിലോട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനി റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചോറ് നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ നമ്മുടെ ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5 അച്ച് ശർക്കരയൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കാം. പിന്നെ അത് തേങ്ങ ചെരുകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3 ചെറിയ ഉള്ളി നെയ്യിൽ വഴറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ അതുപോലെ വഴറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിത് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. എന്നിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടി ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക കുക്കർ. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് ചക്കരച്ചോറിൻ്റെ രസം. പിന്നെ ഇതേ പപ്പടമല്ലാതെ എന്ത് ചക്കരച്ചോറ്, 1-2 പപ്പടം മസ്റ്റാണ് ചക്കരച്ചോറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ അടുത്ത പപ്പടം കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചക്കരച്ചോറ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും പുളിയോ എരിവോ അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മോര് വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണേ. പിന്നെ ഇത് ബറാത്ത് കഴിഞ്ഞല്ലോ, എന്നിട്ടാണോ ചക്കരച്ചോറ് എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. നമുക്ക് എപ്പോഴാണോ പൂതിയാവുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.